റാഫിളിയാക്കളെ അവരെ മഹത്വവൽക്കരിക്കുകയും അവരാണ് ഇസ്ലാമിൻ്റെ സംരക്ഷകർ, അവരിലൂടെയാണ് ഇനി ഇസ്ലാമിന് രക്ഷയുള്ളൂ, മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അവരിൽ മാത്രമാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് സുന്നികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന പല ആളുകളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നയുമായി ഒരുപാട് മാറി നിൽക്കുന്ന വൈരുദ്ധ്യമായ വിശ്വാസങ്ങളുള്ളവരാണ് റാഫിദിയക്കൾ. നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക അള്ളാഹുടെ വിശ്വാസം, പ്രവാചകന്മാരുടെ വിശ്വാസം, സ്വഹാബത്തുമായി ബന്ധപ്പെട്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട്, അങ്ങനെ തുടങ്ങിയ ഖിയാമത്തും നരകവും സ്വർഗവും അടക്കമുള്ള ഈമാൻ കാര്യങ്ങൾ ഏതെടുത്താലും അവിടെയെല്ലാം അഹ്ലുസുന്ന ഉൾക്കൊള്ളുന്ന വിശ്വാസമേ അല്ല ഇവർ സ്വീകരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വളരെ വിദൂരം അകന്നുപോയ ഒരു വിഭാഗമാണ് ഷിയാക്കൾ എന്നുള്ളത്. ആ ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗമാണ് റാഫിദിയാക്കൾ. റാഫിദിയാക്കളെക്കുറിച്ച് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചില വിഷയങ്ങൾ ബോധപൂർവം എത്തിച്ചു നൽകേണ്ടതുണ്ട് എന്നതുകൊണ്ട് അവരുടെ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വെക്കുകയാണ്. എന്താണ് റാഫിദിയാക്കൾ? അവരെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഷബീബ് സലാഹി. റാഫിദിയാക്കളെ കുറിച്ച് ഇപ്പോൾ പറയാൻ ഉള്ള കാരണം, ഇന്ന് റാഫിദിയാക്കളെ അവരെ മഹത്വവൽക്കരിക്കുകയും അവരാണ് ഇസ്ലാമിൻ്റെ സംരക്ഷകർ, അവരിലൂടെയാണ് ഇനി ഇസ്ലാമിന് രക്ഷയുള്ളൂ, മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അവരിൽ മാത്രമാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് സുന്നികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന പല ആളുകളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാനും അതുപോലെ തന്നെ സയനിസ്റ്റുകളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലഹത്തിനിടയിൽ ഇറാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന റാഫിദിയാക്കളുടെ വിശ്വാസത്തെ ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നമ്മൾ അതിൻ്റെ ഒരു ഗൗരവത്തോടു കൂടി എടുക്കാനുള്ള കാരണം. ഇപ്പോൾ റഫല എന്ന പദപ്രയോഗം, അറബി ഭാഷയിൽ റഫല എന്ന പദപ്രയോഗത്തിൽ നിന്നാണ് ഈ റാഫിദിയത്ത് എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തള്ളിക്കളഞ്ഞു, വിട്ടുനിൽക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് സാധാരണഗതിയിൽ റഫല എന്ന പദപ്രയോഗത്തിനുള്ളത്. ഇപ്പോൾ രണ്ട് രൂപത്തിൽ ഇതിനെ കാണുന്ന ആളുകളുണ്ട്. അതായത് ഒന്ന്, ഷിയാക്കൾക്ക് ഈ റാഫിദിയത്ത് എന്ന് അവർ അംഗീകരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ റാഫിദിയാക്കൾ എന്ന് അവരെക്കുറിച്ച് അവർ പറയുന്ന ഘട്ടങ്ങളുണ്ട്. അതിനവർ പറയുന്ന ന്യായങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ ഷിയ പണ്ഡിതനായ മജ്ലിസി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. സുലൈമാനുൽ അഅ്മഷ് പറഞ്ഞു, എൻ്റെ അടുക്കൽ അബ്ദുള്ള ജാഫർ ബിൻ മുഹമ്മദ് കടന്നു വന്നു. ഇതൊക്കെ ഷിയാക്കളെ ഈ സനദുകളിലുള്ള റാവിമാരാണ്, അവരെ കാര്യങ്ങൾ ഉദ്ധരിക്കുന്ന ആളുകളാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അങ്ങേക്ക് പ്രായച്ചിത്തമാണ്, ജനങ്ങൾ നമ്മെ റാഫിദികളെന്ന് വിളിക്കുന്നു, റാഫിദികൾ എന്നാൽ എന്താണ്? അപ്പോൾ അയാൾ പറയാണ്, അള്ളാഹുവാണ് അവരല്ല ആ പേര് നിങ്ങളെ വിളിച്ചത്, മൂസാ നബിയുടെയും ഈസാ നബിയുടെയും നാവിലൂടെ തൗറാത്തിലും ഇഞ്ചീലിലും അള്ളാഹുവാണ് ആ പേര് നിങ്ങളെ വിളിച്ചത് എന്ന് ബിഹാറുൽ അൻവാറിലെ 65-ാം വാല്യം 97-ാമത്തെ പേജിൽ എന്താക്കുന്നുണ്ട്, ഇവർ തന്നെ എഴുതി വെച്ചത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന്, അവർ ഒരർത്ഥത്തിൽ റാഫിദിയത്ത് എന്നുള്ള പേര് അവർ സ്വയം സ്വീകരിച്ച് അത് തൗറാത്തിലൂടെയും ഇഞ്ചീലിലൂടെയും ഇവരെക്കുറിച്ച് അള്ളാഹു സന്തോഷവാർത്ത അറിയിച്ചതാണ് എന്ന നിലക്കാണ് അവർ കാണാറുള്ളത്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാനായ അബ്ദുള്ള ജബ്രീൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അതായത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പൗത്രനായിട്ടുള്ള സയ്യിദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഈ ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾ അബൂബക്കറിനെയും ഉമറിനെയും ഒക്കെ ഉള്ള ബന്ധം അവസാനിപ്പിക്കണം, അവരോടുള്ള സ്നേഹപ്രകടനം ഇല്ലാതെ നിങ്ങൾ ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്, എൻ്റെ വല്ലിപ്പയായ അലി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിരുന്നു ഇവർ, അവരൊക്കെ സതീർത്ഥ്യന്മാരാണ്, എനിക്കെന്താക്കാൻ പറ്റില്ല, ബന്ധം ഒഴിവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഇവർ പറഞ്ഞു, റഫദ്നാക്ക്, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ആ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സയ്യിദ് റഹിമഹുല്ലയെ എന്താക്കി, ഒഴിവാക്കിയവർ എന്ന നിലക്ക് റാഫിദികൾ എന്നാണ് ഇവർ അറിയപ്പെട്ടത് എന്നതാണ്. എന്നാൽ സയ്യിദ് റഹിമഹുല്ല അദ്ദേഹത്തെ അംഗീകരിച്ചു പോകുന്ന ആളുകളെ സയ്യിദിയാക്കളെന്നും വിളിക്കപ്പെടുന്ന രീതിയാണ് അന്ന് ഉണ്ടായത് എന്നതാണ്. ഇന്ന് സയ്യിദിയത്ത് പലപ്പോഴും ഈ പറഞ്ഞ റാഫിദിയത്തിൻ്റെ സ്വാധീനങ്ങൾ സയ്യിദിയാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിലും ഉണ്ടായി. അവരും കുറേ അധികം ഹക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് അവരുള്ളത് എന്നുള്ള കാര്യം നമ്മൾ എന്താക്കണം, മനസ്സിലാക്കേണ്ടതുണ്ട്.
അപ്പോൾ ഇതാണ് റാഫിളിയത്ത് എന്ന് അവർക്ക് പേര് ലഭിക്കാനുള്ള കാരണം. പിന്നെ റാഫിളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അള്ളാഹുവേ അല്ല അവരുടെ അള്ളാഹു, അത് വേറൊരു രീതിയാണ്. അത് അള്ളാഹുവിന് ശരീരമുണ്ട് എന്ന് ലോകത്ത് ആദ്യമായി വാദിച്ചത് ഇവരാണ്. അതായത് ശരീരമുള്ള ഒരു സൃഷ്ടിയെപ്പോലെയുള്ള ഒരു 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 അസ്തിത്വമാണ് അള്ളാഹുവിൻ്റെത് എന്നതാണ്. ഈ കാര്യം ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മിൻഹാജ് സുന്നയിൽ പ്രത്യേകമായി കൊണ്ട് എടുത്തു പറയുന്നുണ്ട്. ഹിഷാം ബിനുൽ ഹക്കം, ഹിഷാം ബിനു സാലിം അൽ ജവാലിഖി, യൂനുസ് ബിൻ അബ്ദുറഹ്മാൻ അൽ കുമ്മി, അബൂ ജാഫർ അൽ അഹ്വൽ എന്നീ ഷിയ നേതാക്കന്മാരാണ് 4 പേർ. ഇവർ 4 പേരും ഇമാമി ഷിയാക്കളുടെ പഴയ കാലത്തെ നേതാക്കന്മാരാണ്. ഇവരാണ് ആദ്യമായിക്കൊണ്ട് അള്ളാഹുവിന് ജിസ്മ് ശരീരമുണ്ട് എന്ന് വാദിച്ചത് എന്ന് മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ല മിൻഹാജ് സുന്നയിലെ 1-ാം വാള്യം 2-ാമത്തെ പേജിൽ തന്നെ ആ ഭാഗം പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവരെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളിപ്പോൾ ഇന്ന് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആനുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു ബന്ധമില്ല എന്ന് മാത്രമല്ല, ആ ഖുർആൻ ശരിയായ ഖുർആനല്ല എന്ന് വാദിക്കുന്നവരാണ്. ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു റാവി ജാബിർ എന്ന് പറയും. അയാൾ പറയുന്നത് കാണാം, തീർച്ചയായും അബൂ ജാഫർ പറഞ്ഞിട്ടുണ്ട്, ഔസിയാക്കൾക്കല്ലാതെ തങ്ങളുടെ പക്കൽ ഖുർആനും അതിൽ പ്രകടമായതും ഗോപ്യമായതുമായ നിലക്കുള്ള സമ്പൂർണ്ണമായി ഇത് ഉണ്ട് എന്ന് വാദിക്കാൻ ആർക്കും അവകാശമില്ല എന്നാണ്. ഔസിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു 12 ഇമാമുമാരുണ്ട് വരാൻ. ആ 12 ഇമാമുമാർക്ക് മാത്രമാണ് യഥാർത്ഥ ഖുർആൻ അവരുടെ കൈകളിലാണുള്ളത്. എന്തൊക്കെ ഖുർആനിലുണ്ട് എന്നത് അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നതാണ് ഇവർ വാദിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉസൂലുൽ കാഫി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. നമ്മൾ സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത് പോലെ അവരുടെ അടുക്കൽ വലിയ അംഗീകാരമുള്ള ഗ്രന്ഥമാണ് ഉസൂലുൽ കാഫി. ഇപ്പോൾ ഈ ഉസൂൽ കാഫിയിലെ 2-ാം വാള്യത്തിൽ 634-ാമത്തെ പേജിൽ പറയുന്നത് കാണാം, മുഹമ്മദ് നബിക്ക് ജിബ്രീൽ കൊണ്ടുവന്ന് കൊടുത്ത ഖുർആനിൽ 70,000 ആയത്തുകളുണ്ടായിരുന്നു. നമ്മളെ കയ്യിലുള്ളിൽ ആകെ 6,000 ചില്ലാൻ ആയത്തേ ഉള്ളൂ. 70,000 ആയത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ബാക്കി 64,000 എന്തായിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുവരുടെ ജവാബ് ഉസൂൽ കാഫിയിൽ പ്രത്യേകമായി കൊണ്ട് ഇവർ പറഞ്ഞ കാര്യമാണ്. ഇതുപോലെ തന്നെ ഇവരുടെ തന്നെ മറ്റൊരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. അതായത് ഒരു അഹമ്മദ് അത്തബ്രീസി അദ്ദേഹത്തിൻ്റെ അൽ ഇജ്തിഹാദ് എന്ന ഗ്രന്ഥത്തിലാണ് ഇത് പറയുന്നത്. ഇജ്തിഹാദ് എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറയാണ്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ന്യൂനതകൾ പ്രതിപാദിക്കുന്ന ഖുർആനുണ്ട്. അതിൽ മുഹാജിറുകളുടെയും അൻസാറുകളുടെയൊക്കെ ന്യൂനതകൾ കുറേ അള്ളാഹ് പറഞ്ഞു കൊടുത്തത് ഉള്ള ഖുർആൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാം, നമ്മൾ ഖുർആൻ ക്രോഡീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സെയ്ദ നിന്നെയാണ് എൻ്റെ നേതാവാക്കാൻ ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് നീ എന്ത് ചെയ്യണം, ഈ ആയത്തുകളൊക്കെ ഇന്ന് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം നീ ഖുർആൻ ക്രോഡീകരിക്കുക. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, തിരിച്ചു ചോദിക്കുകയാണ്, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നമ്മളിത് ക്രോഡീകരിച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ അലി കാണുമല്ലോ. അലി കാണുമ്പോൾ അലിയോട് എന്ത് മറുപടി കഴിഞ്ഞപ്പോൾ പറയാം. കാരണം അലിൻ്റെയൊക്കെയുള്ള ഖുർആൻ വാങ്ങിക്കഴിഞ്ഞ് ഈ സാധനമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഉണ്ടാക്കി മുമ്പോട്ട് വെക്കുമ്പോൾ അലിയോട് എന്ത് മറുപടി പറയുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിക്കുക, എന്തപ്പോൾ ഇനി പറഞ്ഞിപ്പോൾ എന്ത് തന്ത്രം ഇനിയിപ്പോൾ അവിടെ പ്രയോഗിക്കുക? അപ്പോൾ ഇദ്ദേഹം പറയാം, തന്ത്രശാലികളുടെ കൂട്ടത്തിൽ ഏറ്റവും തന്ത്രശാലി അങ്ങ് തന്നെയാണല്ലോ, അങ്ങ് തന്നെ തീരുമാനിച്ചാൽ മതി എന്നാണ്. അപ്പോൾ പറയണത്, എന്നാൽ നമുക്ക് ഖാലിദ് ബിൻ വലീദിനോട് എന്താക്കാം, അലിയെ കൊല്ലാൻ പറയാം. അലിൻ്റെ കയ്യിലുള്ള ഖുർആൻ നമ്മൾ വാങ്ങുന്നു. അതിനുശേഷം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് നമുക്ക് അലി റളിയല്ലാഹുവിനെ കൊല്ലാൻ പറയാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടാളും കൂടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്താക്കുന്നത്, രഹസ്യ മീറ്റിംഗ് കൂടുന്നുണ്ട്. എന്തിന്? അലി റളിയല്ലാഹുവിൻ്റെ കയ്യിലുള്ള ഖുർആൻ വാങ്ങി അതിലുള്ള ആവശ്യമില്ലാത്ത, അതായത് മുഹാജിറുകളെയും അൻസാറുകളെയൊക്കെ കുറിച്ച് വന്ന ന്യൂനതകളൊക്കെ ഒഴിവാക്കി ഈ നിലക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന് രഹസ്യ മീറ്റിംഗ് കൂടുകയും അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുള്ള ഖുർആൻ എന്താക്കിയെന്നാണ് ഇവർ വാങ്ങുകയും എന്നിട്ട് അതാണ് പിന്നീട് ക്രോഡീകരിച്ചത്. ആ ക്രോഡീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നതൊക്കെയാണ്
ഇവർ കൊണ്ടുവരുന്ന ഈ ഗ്രന്ഥത്തിൽ ധാരാളം ഇതുമായി ബന്ധപ്പെട്ട് കുറേ നമുക്ക് വായിക്കാൻ പോലും പ്രയാസമുള്ള രൂപത്തിലുള്ള പ്രയോഗങ്ങളാണ് സഹാബിമാരുടെ വിഷയത്തിൽ ഇവർ പ്രയോഗിച്ചതായി കാണാൻ കഴിയുക. ഇതല്ല ഇജ്തിഹാദ് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ 225-ാമത്തെ പേജിൽ ഈ കാര്യം കൃത്യമായി പറയുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസമാണ് ഇവർക്ക് എന്തിലുള്ളത്, ഖുർആനെ കുറിച്ചുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് എന്താ പറഞ്ഞത്, ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്ന ലഹു ലഹാഫിളൂൻ എന്ന് പറയുമ്പോൾ വ ഇന്ന ലഹു ലഹാഫിളൂൻ എന്ന ആ വാദത്തിൽ തന്നെ എന്താക്കുകയാണ്, ഇല്ലാതെയാക്കുമാർ രൂപത്തിലുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ മാത്രമല്ല അള്ളാഹ് റസൂലിൻ്റെ സഹാബിമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനും കുതികാൽ വെട്ട് നടത്താനൊക്കെ ഇവർ തയ്യാറായി എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ ന്യായീകരിക്കുന്ന ചില മനുഷ്യന്മാരെന്തുണ്ട്, സുന്നികളാണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോഴാണ് നമുക്ക് ആ വിഷയത്തിൻ്റെ ഒരു ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ന്യായങ്ങൾ തെളിയിക്കാൻ വേണ്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇബ്നു തൈമിയ്യ അങ്ങനത്തെ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്, അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വാർത്ത അറിയിക്കൽ മാത്രമാണ്. അപ്പോൾ ചില ആളുകളോട് നിങ്ങളൊക്കെ തന്നെ അവരെ എതിർത്തുകൊണ്ട് പണ്ട് പുസ്തകം എഴുതിയിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ജാഹിലിയത്തിൽ എഴുതിയതാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ പറയുന്ന അവസ്ഥയിലേക്ക് പോലും പല ആളുകളും മാറി എന്ന് പറയുമ്പോൾ ആ വിഷയം വലിയ ഗൗരവമുള്ളതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിലൊന്നും അവസാനിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സഹാബത്തുമായി ബന്ധപ്പെട്ട ഇവരുടെ വിശ്വാസം പിഴച്ച വിശ്വാസം. 4 സഹാബിമാർ മാത്രമേ എന്തുള്ളൂ മുസ്ലിമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ മുർത്തദ്ദാണെന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് അഖീദത്തു തഹാവിയയുടെ അവസാന ഭാഗത്ത് സഹാബിമാരുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ വിശ്വാസം എന്താണെന്ന് പറയുന്നിടത്ത് ഈ റാഫിദികളെ മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അബൂ ജാഫർ തഹാവി റഹിമഹുല്ല ആ മത്തിന് ക്രോഡീകരിച്ചത് എന്ന് ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാവും. മാത്രമല്ല അതിന് ഏറ്റവും സുന്ദരമായി വിശദീകരണം നൽകിയിട്ടുള്ള ഇബ്നു അബിൽ ഇസ് റഹിമഹുല്ല ആ ഭാഗത്ത് ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് കൃത്യമായി നൽകുന്ന വിശദീകരണങ്ങൾ, സഹാബത്തിനെ സ്നേഹിക്കാത്തവൻ കാഫിറാണെന്ന് കൃത്യമായി എന്താക്കുന്നു പറയുമ്പോൾ സഹാബത്തിനെ ചീത്ത പറയുന്ന ആളുകളായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല സഹാബത്തിനെ അവർക്കിടയിൽ നടന്നിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അനുസ്മരിക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ. ഇതൊക്കെ അഹ്ലുസുന്നയുടെ വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കുമ്പോൾ തന്നെ പല അള്ളാഹ് റസൂലിൻ്റെ സഹാബത്തിനെ അള്ളാഹ് റസൂലിൻ്റെ മരുമക്കളെപ്പോലും, മരുമക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയാണല്ലോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ജാഹിലിയത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഇടയിലുള്ള ഇടക്കണ്ണി എന്ന് പറഞ്ഞ അലി ശരീഅത്തിയെ പോലെയുള്ള ആളുകളെ മഹത്വവൽക്കരിക്കുകയും അവരെ പ്രത്യേകമായി കൊണ്ട് വലിയ പണ്ഡിതന്മാരായി ചിത്രീകരിക്കുകയും അവർക്ക് വേണ്ടി ന്യായീകരണങ്ങൾ പറയുകയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ തകർക്കുക മാത്രമല്ല, ഇസ്ലാമിനെ തകർക്കുന്ന ആളുകൾക്ക് അവർക്ക് ശക്തി പകരുക കൂടി ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി ഇതിലൂടെ കടന്നു വരുന്നുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. യുദ്ധം അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അത് യുദ്ധം എന്നുള്ളത് ഒരിക്കലും നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല. ആര് അത് തുടങ്ങി വെച്ചതാണെങ്കിലും ആ നിരപരാധികളായ ആളുകൾ ഒരിക്കലും കൊല്ലപ്പെടാൻ പാടില്ല. നമുക്കെല്ലാവർക്കും അറിയാം അത് പെട്ടെന്ന് അവസാനിക്കേണ്ടത് തന്നെയാണ്, അവസാനിക്കണം തന്നെയാണ്. 2 ലാലിമീങ്ങൾ തമ്മിലാണ് അവിടെ യുദ്ധം നടക്കേണ്ടത്, 2 അക്രമികൾ തമ്മിൽ യുദ്ധം നടക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ ഈ അക്രമിയുടെ വിശ്വാസത്തെ വെള്ളപൂശിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്യുവാനുള്ള ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനെതിൽ ശക്തമായി നമ്മൾ പ്രതിരോധം സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇവരെ ചെറിയ വിശ്വാസ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പുറത്തെടുത്തിട്ടുള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത എപ്പിസോഡുകളിലും മറ്റുമൊക്കെ ആവശ്യാനുസരണം ഏത് മേഖല എടുത്താലും അഹ്ലുസുന്നയുമായി ഒരുപാട് മാറി നിൽക്കുന്ന വൈരുദ്ധ്യമായ വിശ്വാസങ്ങളുള്ളവരാണ് ജാഫിദിയക്കൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ആകത്തുക. അള്ളാഹുടെ വിശ്വാസം, പ്രവാചകന്മാരുടെ വിശ്വാസം, സ്വഹാബത്തുമായി ബന്ധപ്പെട്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട്, അങ്ങനെ തുടങ്ങിയ ഖിയാമത്തും നരകവും സ്വർഗവും അടക്കമുള്ള ഈമാൻ കാര്യങ്ങൾ ഏതെടുത്താലും അവിടെയെല്ലാം അഹ്ലുസുന്ന ഉൾക്കൊള്ളുന്ന വിശ്വാസമേ അല്ല ഇവർ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നർത്ഥം. തീർച്ചയായും ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വിദൂരമായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് റാഫിദകൾ എന്നത് നമുക്ക് ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് പ്രേക്ഷകരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. 3 വിഷയങ്ങൾ അൽഹംദുലില്ലാ അതിൻ്റെ ഏറ്റവും നല്ല വശങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. അതിൻ്റെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പറഞ്ഞു. ആത്മീയ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ താക്കീതുകൾ ഇവിടെ നൽകി. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ
പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഉസ്താദുമാർ, ഈ വിഷയത്തിൽ സഹകരിച്ച, വിഷയത്തിൽ ചർച്ച ചെയ്ത നമ്മുടെ ഉസ്താദുമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.